ഇന്നുണ്ടല്ലോ പെഡസ്റ്റൽ ഫാൻ വൃത്തിയാക്കുന്നതാണ് കാണിക്കുന്നത്. ഇത് നമുക്ക് പീസാക്കിയിട്ട് ചെയ്തെടുക്കുമ്പോൾ എളുപ്പമാണ് കേട്ടോ. ആദ്യം ഇതിൻ്റെ മുകളിലുള്ള ആ വെള്ള ലോക്ക് അഴിച്ചു കൊടുത്തതിന് ശേഷം ഒന്ന് പിടിച്ച് വലിച്ചാൽ മതി. ഈ ഒരു പാർട്ട് നമുക്ക് കയ്യിലേക്ക് എടുക്കാൻ പറ്റും. ഇങ്ങനെ ഓരോ പീസും ഞാൻ ഊരിയെടുക്കുന്നത് കാണിച്ചു തരാം കേട്ടോ. ഇതാണ് ഞാൻ പറഞ്ഞ ആ ഒരു ലോക്ക്. ഇതൊന്നിങ്ങനെ ആക്കി കൊടുത്താൽ ലോക്ക് കിട്ടും കേട്ടോ. ഇതിൻ്റെ മുകളിലുള്ള അടപ്പ് അതിൽപ്പം തന്നെ ലൂസ് ആൻഡ് ടൈറ്റ് എന്ന് മെൻഷൻ ചെയ്തിട്ടുണ്ട്. അതനുസരിച്ചിട്ട് ഇത് അഴിച്ചെടുക്കാം. ഇതിങ്ങനെ കയ്യിലേക്ക് ഊരിയെടുത്താൽ ലീഫ് നമുക്ക് വൃത്തിയാക്കാൻ നല്ല എളുപ്പമാട്ടോ. പിന്നെ നനഞ്ഞ തുണി വെച്ചോ വെള്ളം കൊണ്ടൊന്നും കഴുകരുത്. നല്ല ഉണങ്ങിയ തുണി വെച്ചിട്ടോ ഒരു ഉണങ്ങിയ ബ്രഷ് വെച്ചിട്ടോ അഴിച്ചെടുക്കാം. ഇനി നമുക്കിത് കൂടെ ഊരിയെടുക്കാം കേട്ടോ. ഇതിവിടെ ഇങ്ങനെ ഒരു നമുക്ക് അഴിച്ചെടുക്കാൻ പാകത്തിന് ലൂസ് ആൻഡ് ടൈറ്റ് എന്ന് എഴുതിയിട്ടുണ്ടാവും. അതിൽ കാണിച്ചിട്ടുള്ളതുപോലെ വശങ്ങളിലേക്ക് നമുക്കിത് ലൂസാക്കി എടുക്കാം. അപ്പോൾ അടുത്ത പാർട്ട് കൂടെ ഇങ്ങനെ കയ്യിൽ കിട്ടും. പിന്നെ ഈ ഒരു ഐറ്റം നമുക്ക് വലിച്ചെടുക്കാം കേട്ടോ. ത്രെഡൊന്നുമില്ല, നമുക്ക് ഊരിയെടുക്കാൻ കിട്ടുന്നതാണ്. അപ്പോൾ ഇതൊക്കെ പ്ലാസ്റ്റിക്കാണ്. പ്ലാസ്റ്റിക് നമുക്ക് നനഞ്ഞത് വെച്ചിട്ടോ കഴുകിയെടുക്കുകയൊക്കെ ചെയ്യാം. പിന്നെ നന്നായിട്ട് ഉണക്കിയെടുത്താൽ മതി. ഇനി നമുക്ക് ബാക്കി ഭാഗം നനഞ്ഞ തുണി വെച്ചോ ഒരു ബ്രഷ് വെച്ചോ ഒക്കെ ഒന്ന് ക്ലീനാക്കി എടുക്കാം. ഇതിങ്ങനെ ഞാൻ ബ്രഷ് വെച്ചിട്ടാണ് ക്ലീനാക്കി എടുക്കുക കേട്ടോ. ആദ്യം ഒന്ന് ബ്രഷ് വെച്ചിട്ട് ഇങ്ങനെ പൊടിയെല്ലാം തട്ടി കളഞ്ഞതിന് ശേഷം പിന്നെ വേണമെങ്കിൽ വെള്ളമില്ലാത്ത നല്ല ഉണങ്ങിയ ടവൽ കൊണ്ടൊന്ന് തുടച്ചു കൊടുത്താൽ മതി. അപ്പോൾ ഇതേപോലെ എല്ലാം ഒന്ന് ആദ്യം ക്ലീൻ ചെയ്തെടുത്തിട്ട് പ്ലാസ്റ്റിക് പാർട്സൊക്കെ നമുക്ക് നനഞ്ഞ തുണി വെച്ചിട്ടോ ഉണങ്ങിയ തുണി വെച്ചിട്ടോ ഒക്കെ ഒന്നുകൂടെ തുടച്ചു കൊടുക്കാം. അപ്പോൾ ഇതാ ഞാൻ നനഞ്ഞ തുണി വെച്ചിട്ട് തുടച്ചെടുത്തതിനെയൊക്കെ ഒന്നുകൂടെ ഒന്നൊരു ഉണങ്ങിയ ടവൽ വെച്ചിട്ട് ഒന്നുകൂടെ തുടച്ചെടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഊരിയ കാര്യങ്ങളൊക്കെ തിരിച്ച് അങ്ങോട്ട് തന്നെ വെച്ചെടുക്കാം. ഒരു ആണി പോലെ നിൽക്കുന്നുണ്ടാവും. അതിലേക്ക് ആ ഒരു ഹോള് നമുക്ക് കണക്കാക്കിയിട്ട് വെച്ച് കൊടുത്താൽ തന്നെ അത് നല്ലൊരു സിറ്റിംഗ് ആയിട്ട് അവിടെ ഇരുന്നോളും. ഇനി നമുക്ക് അടുത്ത ആ ഒരു അടപ്പ് പോലെയുള്ളത് വെച്ചിട്ടൊന്ന് മുറുക്കി കൊടുക്കാം. അതിന്മേൽ തന്നെ മെൻഷൻ ചെയ്തതുകൊണ്ട് സംശയിച്ച് നിൽക്കണ്ട. അതേപോലെ അതിൽ കാണിച്ചിരിക്കുന്നത് പോലെ അങ്ങ് സൈഡിലോട്ട് തിരിച്ചാൽ മതി. ഇനി ആണി പോലെ നിൽക്കുന്നതിൻ്റെ സൈഡിലേക്ക് രണ്ട് കുഞ്ഞാണി പോലെ കാണും കേട്ടോ. അപ്പോൾ അതൊരു സിറ്റിങ് കണക്കാക്കിയിട്ട് ആ ഒരു പാർട്ട് കൂടെ വെച്ച് കൊടുക്കാം. ഇനി ലീഫ് വെച്ചതിന് ശേഷം ലീഫ് വെക്കുമ്പോഴും നമുക്ക് അതേപോലെ ആ ഒരു നമ്മൾ ലാസ്റ്റ് വെച്ചതിൽ ഒരു ആണി പോലെ നിൽക്കുന്നുണ്ടാവും. അത് ഈ ലീഫിൽ കാണുന്ന ഹോളിലേക്ക് കണക്കാക്കിയിട്ട് വെച്ച് കൊടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ അത് നല്ലൊരു സിറ്റിംഗ് ആയിട്ട് അവിടെ ഇരുന്നോളും. അപ്പോൾ അതാ നല്ല ഫിറ്റായിട്ട് തന്നെ ഇരുന്നിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത ആ ഒരു ഭാഗം കൂടെ വെച്ചിട്ട് നന്നായിട്ട് ടൈറ്റൻ ചെയ്ത് കൊടുക്കാം. ഇതിൽ മെൻഷൻ ചെയ്തതുപോലെ അതിൽ കാണിച്ചിട്ടിരിക്കുന്ന ആ ഒരു സൈഡിലേക്ക് നമുക്ക് തിരിച്ചു കൊടുത്താലും മതി കേട്ടോ. നമുക്ക് നന്നായിട്ട് ടൈറ്റ് ചെയ്തെടുക്കാൻ പറ്റും. ഇപ്പോൾ ഇതാ പണി കഴിഞ്ഞു. നമുക്ക് ലീഫാണ് വൃത്തിയാക്കാൻ ഏറ്റവും കൂടുതൽ പാടുള്ളത്. അപ്പോൾ ഇങ്ങനെ ഊരിയെടുത്ത് കഴിഞ്ഞാൽ എളുപ്പമായിട്ട് തന്നെ നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും. മറ്റേത് നമ്മുടെ കൈയൊക്കെ ഒത്തിരി വേദനിക്കും. അതിൻ്റെ ബാക്ക് ഭാഗം ഒക്കെ നമ്മൾ അതിൻ്റെ സൈഡിലൂടെയൊക്കെ ഒരു ക്ലോത്ത് വെച്ചിട്ടോ ബ്രഷ് വെച്ചിട്ടോ ഒക്കെ തുടച്ചു കൊടുക്കുമ്പോൾ വലിയ പാടാണ്. അപ്പോൾ ഇതിങ്ങനെ പീസാക്കി എടുത്താൽ ഇങ്ങനെ തുടച്ചെടുക്കാൻ നല്ല എളുപ്പമാണ് കേട്ടോ. വെളുത്ത ഭാഗം ലോക്ക് ചെയ്യുന്നതിന് മുമ്പ് ഈ ഒരു ഭാഗം ഉണ്ടല്ലോ, അത് മറുവശത്തുള്ള കമ്പിയിലേക്ക് ഒന്ന് കടന്ന് നിൽക്കുന്ന തരത്തിൽ വെച്ചിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. എന്നിട്ട് ലാസ്റ്റ് ഈ വെളുത്ത ഭാഗം ഒന്ന് ലോക്ക് ചെയ്ത് കൊടുക്കാം. ഇത്രയേ ഉള്ളൂ, പരിപാടി കഴിഞ്ഞു. ഇനി ഇതാ വർക്ക് ചെയ്ത് കാണിക്കാം. കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഞാനിതിൻ്റെ ഓരോ പീസ് ഊരിയെടുത്തിട്ട് ഇങ്ങനെ പഠിച്ചെടുത്തതാണ്. എവിടെ നോക്കിയിട്ടൊന്നുമില്ല, തന്നെ ഓരോ പീസ് ഊരിയെടുത്തിട്ട് ഇങ്ങനെ പീസാക്കാനും പഠിച്ചെടുത്തതാണ്. അപ്പോൾ ഇങ്ങനെ ഊരിയെടുത്താൽ നമുക്ക് നല്ല സുഖമായിട്ട് എളുപ്പമായിട്ടും പെട്ടെന്ന് തന്നെ 10 മിനിറ്റ് കൊണ്ട് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. പുതിയൊരു വീഡിയോയുമായിട്ട് കാണാം.